ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഫ്രഷായിട്ട് നമുക്ക് നല്ല ബജ്ജിമുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളക് ബജ്ജി എങ്ങനെയാണ് റെഡിയാക്കാമെന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ബജ്ജിമുളകിന് കാണുന്നത് പോലെയല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരല്പം മാത്രം ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. കൂടെ തന്നെ ഒരല്പം മാത്രം മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി ലൂസായി പോകരുത്, ഒത്തിരി അങ്ങ് ടൈറ്റായി പോകരുത്. ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഞാൻ ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൽ അരിയൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ അരി കളയാറില്ല. പിന്നെ ജസ്റ്റ് ഒരു സൈഡ് രണ്ട് മാത്രം തനുവിന് കൂടി കുഞ്ഞിന് കൂടി കഴിക്കേണ്ടത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ നല്ലവണ്ണം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു ബജ്ജി കിട്ടും. പക്ഷേ ഇത് കാണുന്നത് പോലെ തന്നെ നല്ല സുന്ദരനാണ് കാണുമ്പോൾ, പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ഇത്രയും എരിവുള്ള ബജ്ജി ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല ഇതുപോലെ. പക്ഷേ ഇത് ഭയങ്കര തനുവിന് അവസാനം കഴിക്കാൻ പറ്റിയില്ല. അതിന് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്, പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ പുള്ളിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇത് നല്ല എരിവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. സവോള ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മാത്രം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇതിൽ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട, നല്ലവണ്ണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ മുളക് ചട്നി റെഡി ആയിട്ടുണ്ട്. സോസ് വേണ്ടവർക്ക് സോസും കൂട്ടിയൊക്കെ കഴിക്കാം. അടിപൊളിയായിരുന്നു, പക്ഷേ എരിവുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷായിട്ട് കിട്ടിയത് കൊണ്ടിട്ട്. അപ്പോൾ ഇതുപോലൊരു ഈവനിങ് സ്നാക്സൊക്കെ ബജ്ജിമുളക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വിഭവമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ, ഓൾ ബൈ.